എന്തുകൊണ്ടാണ് ഇതൊരു ബോളായിട്ടും ഇത് ജസ്റ്റ് ഒരു സർക്കിളായിട്ടും തോന്നുന്നത്? ബാ പറഞ്ഞുതരാം. ഹായ്, വെൽക്കം ടു ദി സെക്കൻഡ് എപ്പിസോഡ് ഓഫ് ദി സീരീസ് ഷേപ്സ് ടു ലൈഫ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് ബേസിക് ആയിട്ടുള്ള ഷേപ്പിനെ കുറിച്ചാണ്, അതായത് സർക്കിൾ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ ഒക്കെ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പഠിപ്പിക്കാൻ പോണത് മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോണത് 3D ഷേപ്സിനെ കുറിച്ച്. അതായത് ഇതിലേക്ക് ഷെയ്ഡിങ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ഒരു പിക്ചർ എപ്പോഴാണ് 3D ആവുക? നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ 2D എന്താണെന്ന് പഠിച്ചു. 2D ആയിട്ട് നമ്മൾ ആ കാറിൻ്റെ മേലെ ഫുള്ള് വരച്ച്. പക്ഷേ ഒരു സാധനം 3D ആവുക എപ്പോഴാണ്? അതിൽ ലൈറ്റ് വരുമ്പോൾ, ലൈറ്റ് വന്നു, സ്വാഭാവികമായിട്ട് എന്ത് വരും? ഷേഡോ വരും. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഒബ്ജക്റ്റ് നമുക്ക് കുറേയൊക്കെ 3D ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഇത് തന്നെയാണ് ഈ ഇമേജിലും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ സൈഡിൽ നിന്ന് ലൈറ്റ് വന്നപ്പോൾ ഇതിൻ്റെ ഷേഡോ ഇവിടെ വന്നു, കുറച്ച് ബാക്കോട്ട് ലൈറ്റ് ഇല്ലാത്ത പോർഷനൊക്കെ എന്തായി? കുറച്ച് ഇരുണ്ട് നിന്ന്. അതുകൊണ്ട് തന്നെ ഇതിനൊരു റിയൽ വേൾഡ് ലുക്ക് വന്ന്. അതേസമയം ഇവിടെ ലൈറ്റും ഇല്ല, ഷേഡോ ഇല്ല, ഒന്നുമില്ല. അതാണ് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്. ലൈറ്റ് ഏത് ഡയറക്ഷനിൽ നിന്ന് വരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഷേഡോ ഉണ്ടാവും. ഇപ്പോൾ ഇത് മേലെന്ന് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ മാത്രം നിൽക്കും. ഈ സൈഡിൽ നിന്ന് വരുന്നെങ്കിൽ ഈ സൈഡിലായിരിക്കും ഷേഡോ വരും. ഇതിൽ ഈ ഒരു ബോളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്. ഈ ലൈറ്റ് ഇവിടെ നിന്ന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ലൈറ്റ് തട്ടുന്ന ഭാഗമാണ് ഇത്. അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഷേഡോസും ലൈറ്റ്സും മാത്രമാണ്. അപ്പോൾ അത് കൂടാതെ ഹൈലൈറ്റ്സ് ഉണ്ട്, അതുപോലെ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഉണ്ട്, പിന്നെന്താ പറയുക, ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ ഭാഗമുണ്ട്. മെയിനായിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയറക്റ്റ് ലൈറ്റ് അടിക്കുമ്പോൾ ആ ഭാഗത്തുണ്ടാവുന്നത് ഏറ്റവും എന്താ പറയുക ബ്രൈറ്റ് ആയിട്ടുള്ള സൈഡാണ്. അതിൻ്റെ ചുറ്റോറുള്ള സൈഡ് ലോ ആയിട്ട് ഫെയ്ഡ് ചെയ്തിട്ട് ആ ലൈറ്റ് ഇങ്ങനെ കുറഞ്ഞ് വരും. അപ്പോൾ ഈ ബാക്കോട്ട് എത്തും തോറും, അതായത് ലൈറ്റ് തീരെ ഇല്ലാത്ത ഭാഗത്തേക്ക് എത്തും തോറും ഡാർക്കായി വരും. ഇതൊരു സർഫസിൻ്റെ മേലെയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സർഫസിൻ്റെ മേലെ ഒരു ഷാഡോ വരും. പിന്നെ ഈ സർഫസിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, ഈ ലൈറ്റ് കാരണം ഈ സർഫസിലൊരു ലൈറ്റിംഗ് ഉണ്ടാവും. ആ റിഫ്ലക്ഷനാണ് നമുക്ക് ഈ ബോളിൻ്റെ ഈ താഴ്ഭാഗത്തായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ഫിയർ ഞാൻ ഷെയ്ഡ് ചെയ്യാൻ പോണതിൽ ഇതിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമുക്ക് ലൈറ്റ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ റൈറ്റ് എൻഡിലായിരിക്കും ഇതിൻ്റെ ഷാഡോസ് വരിക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി ലൈറ്റിന് ഉണ്ടാവുക എവിടെയാണ്? ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലൈറ്റ് അടിക്കുന്ന ഭാഗത്തും അതിൻ്റെ നേരെ ബാക്കിലായിട്ട് അതിൻ്റെ ഷാഡോസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ 3D ഷേപ്സിനെ കുറിച്ച് പഠിച്ചു, അതായത് സിലിണ്ടർ, സ്ഫിയർ, പിന്നെ ക്യൂബ്. അപ്പോൾ ഈ 3 3D ഷേപ്സ് ഇത് എങ്ങനെ ഈ ഒരു ബേസിക് ഷേപ്പിൽ നിന്ന് ഒരു 3D ഷേപ്പിലേക്ക് വന്നു, എങ്ങനെ ലൈറ്റ് വരുന്നു, എങ്ങനെ ഷേഡോ വരുന്നു, ബാക്കി എക്സ്ട്രാ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഹൈലൈറ്റ്സ് എങ്ങനെ, ഈ ലോ ഇൻറ്റൻസിറ്റി ലൈറ്റ് എങ്ങനെ വരയ്ക്കാം, ഷെയ്ഡ് ചെയ്യേണ്ടത് എങ്ങനെ, ഇതൊക്കെ ഞാൻ ഇന്ന് ഇതിൽ കാണിച്ചിട്ടുണ്ട്. 2 3D ഒബ്ജക്ട്സോ അല്ലെങ്കിൽ ഒന്നിലധികം 3D ഷേപ്സ് എന്താ പറയുക ജോയിൻ ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു ഫുൾ ഒബ്ജക്റ്റ് ആണായിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ പഠിക്കാം. ഓക്കെ, ബൈ.